തരമാറ്റിലാണെങ്കിൽ അനിയോട് ദേഷ്യപ്പെട്ട് നയന. അങ്ങനെ നമ്മുടെ അനിയാണെങ്കിൽ അങ്ങനെ തീരുമാനമൊക്കെ അറിയിച്ചിരിക്കുകയാണ്. നന്ദുവിനെ തനിക്ക് വേണം, നന്ദുവിനെ ഭാര്യയായി സ്വീകരിക്കുകയുള്ളൂ, വേറൊരു പെൺകുട്ടിയെയും ഭാര്യയായി സ്വീകരിക്കില്ല എന്ന് അനി തീരുമാനം അറിയിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അതിനോട് ഒന്നും ചെയ്യുന്നില്ല. വിവാഹ നിശ്ചയം താൽക്കാലികം നമുക്ക് എന്തായാലും ഒന്ന് നിർത്തിവെക്കാം. എന്താ അനിയുടെ ഇഷ്ടം അത് നമുക്കൊന്ന് ആലോചിക്കാം എന്ന് പറയുന്നു. അങ്ങനെ വിവാഹ നിശ്ചയം തകർന്ന വേദനയിൽ അവന്തിക വന്ന് നയനയുടെ അടുത്തും ദേവയാനിയുടെ അടുത്തും കൂടാതെ തന്നെ ജാനകിയുടെ മനസ്സിലും കുറച്ച് വിഷം കുത്തിവെക്കുമ്പോൾ ജാനകി ചെന്ന് നയനയോട് ദേഷ്യപ്പെടുകയാണ്. നീയും നിൻ്റെ അനിയത്തിയും നിൻ്റെ വീട്ടുകാരും കാരണം എന്തോരം പ്രശ്നങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ജാനകി ദേഷ്യപ്പെടുമ്പോൾ മുത്തശ്ശൻ വന്ന് ജാനകിയെ ചീത്ത പറയുന്നുണ്ട്. ഇതിനെല്ലാം പുറമേ തന്നെ നമ്മുടെ നയനയാണെങ്കിൽ അനിയുടെ അടുത്ത് ചെന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാ അനി ഇങ്ങനെ ഞങ്ങളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത്? ഈ കാര്യം എല്ലാവരും മറന്നു വരികയായിരുന്നു, പിന്നീട് നീ എന്തിനാ ഇത് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് രണ്ടുമൂന്ന് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, നന്ദുവിനെ എന്നെയും. ഞാൻ വിവാഹം കഴിക്കുകയുണ്ടെങ്കിൽ അത് നന്ദുവിനെ മാത്രമേ ഉള്ളൂ എന്ന് നയനയുടെ മുഖത്ത് നോക്കിയും അനി പറയുകയാണ് പ്രേക്ഷകർ.